ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കങ്കാരൂന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പം ഇതിനടുത്ത് കാണാൻ പറ്റിയ എന്തെങ്കിലും നോക്കിയപ്പോൾ ഇവിടെ അടുത്ത് കങ്കാരൂന് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. കങ്കാരൂന് ഫീഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പം കങ്കാരൂന് തീറ്റ കൊടുക്കാൻ പറ്റുന്ന സ്ഥലം അത് തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഇതൊരു ചെറിയ ഫാമാണല്ലേ നമ്മളെ? ഫാമ. വരുന്ന വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ബാ, ഇത് ബേബിയാണോ? നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന്. കുറേ അധികം വണ്ടികളുണ്ട്. ഒരാളാണ് ചാടി പോകാൻ വേണ്ടി നോക്കി നടക്കുക. നോക്കട്ടെ, കൊച്ചിന് കുറെ കമ്പനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്, ചെറിയ പിള്ളേരൊക്കെ ഉണ്ടാവും. ഭയങ്കര സന്തോഷം. അവരോട് പോണം. അതെ അതെ അതെ. ബാ, നമ്മൾ എവിടെയാ വന്നേ? കൊച്ചു ഇഷ്ടപ്പെട്ട ഇവിടം. എന്താണ് നമ്മളെ ഫാമിന്റെ പേര്? ബിഗ് ഗൂസ് അഡ്വഞ്ചർ ഫാം. എന്താണ് ഇതിനകത്ത് അഡ്വഞ്ചർ ഉള്ളത് നമുക്ക് നോക്കാം. വാ, ഒരു മാമ വാ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ എടുക്കാം അല്ലേ? അപ്പം നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തു. നമുക്കിവിടെ കാണിച്ചിട്ട് നേരെ അകത്തേക്ക് പോയി നോക്കാം. വാ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കിട്ടി അകത്തേക്ക് പോകണം കേട്ടോ. എന്തൊക്കെയാണ് കിട്ടിയത്? നമ്മൾ മറ്റേ ഓൺലൈൻ ബുക്കിംഗ് അല്ലേ ചെയ്തേ. അപ്പം മറ്റേ ടിക്കറ്റിന്റെ കൂടെ നമുക്ക് വേണേൽ ഫുഡ് ബുക്ക് ചെയ്യാം. അതായത് നമുക്കുള്ള ഫുഡല്ല, ഇത് കങ്കാരൂന് ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഫുഡ്. ഫുഡ് ഇത് കങ്കാരൂസിന് ഇത് മാത്രമേ കൊടുക്കാവൂ. ഇത് ബാക്കി എല്ലാ അനിമൽസിനും കൊടുക്കാം. ഇത് പിന്നെ അവരുടെ മാപ്പും കിട്ടി. കൊള്ളാം. വാ, നമുക്ക് അകത്തേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കയറി വരുന്നത് 2 കഴുത നിൽപ്പുണ്ട്. 2 കഴുത? ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല, ഇത് 2 കഴുത. അതിൻ്റെ അപ്പുറം ഇപ്പുറം. അത് നോക്കി, അകത്തേക്ക് നോക്കി. അവിടെ ഫുള്ള് ആടാട്ടോ അല്ലേ? ആട്ടുംകൂട്ടം. ഇവിടെ കുറെ ആടുകൾ നിൽപ്പുണ്ട്. ഹായ്, സോയിക്കോട്ടനാണെങ്കിൽ കഴുത കണ്ടിട്ട് ഭയങ്കര സന്തോഷം. മാമ ഫുള്ള് ഈച്ചാണല്ലോ മാമയുടെ അടുത്ത്. മാമയെ കണ്ടോ സോയിക്കോട്ടാ? നല്ല പാവട്ടോ. കുഞ്ഞിനെ തൊടണം. സൂക്ഷിച്ചാണ്, പാവത്തിന്റെ സ്വഭാവം മാറരുതേ. മതി. ഇനിയും തൊടണം. ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫുഡ് കൊടുക്കാൻ വന്നപ്പോൾ അവർ ഓൾറെഡി കൊടുത്തു. നമുക്ക് നമ്മുടെ കുറച്ച് ഫുഡുകൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ? ഇതിന് ഓൾറെഡി കിട്ടി. നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. ഇതേ നോക്കിട്ടോ മാമ, 2 പശുക്കിടാങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. അതിന് പുല്ല് മതിയല്ലേ? മാമയ്ക്ക് ഓൾറെഡി പുല്ലുണ്ട്. ഇല്ല, ഇത് പാവ തന്നെ നോക്കുന്നുണ്ട്. ആണോ? എന്നാ കൊടുക്കാം. വാ. എല്ലാവർക്കും കുറച്ച് കൊടുക്കാം. വാ, നമ്മുടെ ഉള്ള ഫുഡ് വെച്ച് കൊടുക്കണം. ഒരാൾ ഇച്ചിരി മാമ തരാം. നോക്കിട്ടോ മാമ, നമുക്ക് കയറുമ്പോൾ തൊട്ട് എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് കൊടുത്തു പോവാം അല്ലേ? നല്ല പരിപാടിയാണല്ലോ. സോയിക്കോട്ടെ കൊടുക്കണോ? സോയിക്കോട്ടെ മാമയെ പിന്നെ ഫുഡ് കൊടുത്താൽ പിന്നെ അതിന് കൊടുക്കത്തില്ല. സോയിക്കോട്ടെ എടുത്തോണ്ട് പോകും. സോയിക്കോട്ടെ മാമയെ കണ്ടോ? മാമ എങ്ങനെ കരയുന്നേ? പാവം, ഇതൊന്നും ചെയ്യുന്നില്ല. മാമ എങ്ങനെ കരയുന്നേ? നല്ല പാവമായിട്ട്. മാമ കൊടുക്കാവേ. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഈ സാധനം അല്ലേ, നമ്മുടെ അൽപ്പാക്ക അല്ലേ? അപ്പോൾ ഈ ലാമയും അൽപ്പാക്കാസും രണ്ടാണല്ലേ? നമ്മൾ ഈ 2 രണ്ടായിരുന്നോളെ? 2 സാധനം. അത് 2 സൗത്ത് അമേരിക്കൻ ആണല്ലേ? ഇത് കൈ 15-20 വയസ്സ് വരെ, മറ്റേ 15-25 വയസ്സ് വരെ. ഓക്കെ, ലൈഫ് സ്പാൻ. അറിയാം. സോയിക്കോട്ടെ, ഇത് നോക്കി ഒരാൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. സോയിക്കോട്ടെ, ഇതാരാ നോക്കി? എനിക്കിതാ കറക്റ്റ് ഈ പൗച്ച് കണ്ടപ്പോ അത് ഓടി വന്നേ. അറിയാവേ, ഇത് ലാമയാണോളെ, അൽപ്പാക്കാസ് അല്ല. സോക്കട്ടിന് തൊടണോ? അതല്ല, തൊടണോ? തൊടാൻ സമ്മതിക്കത്തില്ല. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് ഇതിന്റെ സ്വഭാവം അറിയത്തില്ലല്ലോ. കോളായി പോട്ടെ, എല്ലാരും കൊടുത്തത് കുറച്ച് അധികം കിട്ടിയ. അതിന്റെ മോൻ കണ്ടത് പാവ ഒരു മനുഷ്യ പോലെ. അതിന് കറക്റ്റ് അറിയാവേ, ഇനിയും തരത്തില്ല എന്നറിയാം. പോവാ
പിന്നെ അവിടെ കുറെ വെള്ള ആൾക്കാർ. അത് അൽപ്പാക്കയാണോ ലാമയാണോ? അത് ലാമയാ. അല്ല, ഇത് ലാമ, അത് അൽപ്പാക്കാസ്. ഇത് സോക്കേട്ടൻ എന്നെ ഗൂസിനെ കാണാൻ പോയോ അതിനിടയ്ക്ക്? സോക്കേട്ടൻ പോയി ഗൂസിനെ കാണാം. ആണോ ലാമയാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അത് അതിൻ്റെ തന്നെ വൈറ്റ് ആണെന്ന് തോന്നുന്നു. ലാമ തന്നെയാണ് തോന്നുന്നത്. അൽപ്പാക്കാസിന്റെ മോതിച്ചിരുടെ രോമമുണ്ട്. ശരിയാ ശരിയാ. സോയിക്കോട്ടൻ ഇഷ്ടപ്പെട്ടോ? സോയിക്കോട്ടൻ നോക്ക്, ഇത് ആരാ ഈ മാമ എല്ലാം വന്ന് കഴിച്ചിട്ട് പോകുന്നത്? കൊച്ചിനാണിച്ചേ കൊടുക്കുന്നില്ല, എല്ലാ അമ്മമാരും എടുത്തോണ്ട് പോകാൻ. അവിടെ എന്തിനാണ് സോയിക്കോട്ടാ? ഈ സൈഡിൽ കുറെ ആടുകളുണ്ട്, നമുക്ക് കണ്ടിട്ട് വന്നാലേ. വാ, ഈ അതിന്റെ രോമം മൊത്തം എടുക്കാനായിരിക്കും അല്ലേ? ഇപ്പം എടുക്കാറായിട്ടുണ്ട്. ഫുൾ ഭയങ്കര തിക്ക്. ഇതുമാർക്കും കൊടുത്തു വരണോ ശാലം? ചെറുമക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ആളുകളൊക്കെ തീരെ കഴിക്കാനായിട്ട്. നീ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവോ? കണ്ടോ അവനെ ഓടിച്ചു ഇവൻ. ഓ, എന്നാ അവന് കൊടുത്താൽ മതി. ഇവനല്ലേ വഴക്കുണ്ടാക്കി അവനെ ഓടിച്ചത്, ഇനി അവനോട് കൊടുക്കുക. നിനക്ക് തരാം. ഇല്ല നിനക്കില്ലേ? ഭയങ്കര സാധനം കേട്ടോ മറ്റേത്. മറ്റേ പേടിയാ കറുപ്പിന്. അവന് ഞാൻ കൊടുക്കാം. എന്താ ഇവിടെ കറുപ്പിനോ? എന്താടാ കഴിക്കോ? കൊടുക്കും. അപ്പൊ രണ്ടോ ഞാൻ പറയട്ടെ, അറ്റ് ടൈം കൊടുക്കാവേ. എന്നാലേ നടക്കത്തുള്ളൂ, എന്നാലേ അവൻ വരത്തുള്ളൂ. ഒരു പാവപ്പെട്ടവനായിരുന്നു, ഇവനെ ഓടിച്ചിട്ടും അവനെല്ലാം വന്ന് കഴിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും പെടാത്ത ഒരാള്. അപ്പൊ എനിക്കാരാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വരാൻ, നീ ഇങ്ങോട്ട് വരാൻ. എനിക്കെങ്ങും വയ്യെന്ന്. ഞാൻ ഇങ്ങോട്ട് വരാം. നിനക്ക് കഴിഞ്ഞു, ഇനി നിനക്കില്ല. ഇത് ഇങ്ങോട്ട് വാരാ, ഇത് ഇങ്ങോട്ട് വാ. ഒരു കാര്യം ചെയ്യാം, ശകലം തീറ്റ എനിക്കാ, ഞാൻ ഇവന് കൊടുക്കാം. നമ്മളെന്തായാലും അവന് കൊടുക്കും. അതിനെങ്ങനെ കൊടുക്കാനാ? ഇങ്ങോട്ട് എത്തി കൊടുക്കണം അല്ലേ? നീ ഇങ്ങോട്ട് വാ. ഇവന് പേടിയാ, ഇതിന് എല്ലാത്തിനും പേടിയാ. കണ്ടോ, അതിന് പേടിയാ ഇതിന്. ഇതാ ഇതിനകത്ത് ലീഡർ. ഇഷ്ടപ്പെട്ടില്ല അവന് കൊടുത്തത്. ഒരു കാര്യം ചേച്ചിയെ കാണിച്ച് അവനൊന്നുകൂടെ കൊടുക്കാം. എന്റെ ദൈവമേ, പാവം, അതിനെ ഇവന് ഇടിച്ചു കേട്ടോ. ഇവനാണ് ശരിയല്ലോ, പ്രശ്നക്കാരന്. ഇവിടെ പിള്ളേരുടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. കോഴിക്കോട്ടെ അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം, വേറെ എന്തൊക്കെയാ ഉള്ളത്. അവസാനം നമുക്ക് ഇവിടെ കയറാം. അല്ലെങ്കിൽ കോഴിക്കോട്ടനെ ഇവിടെ ഇരിക്കും. ശരിക്കും മമ്മി ഓരോന്നിനും ഓരോ കങ്കാരു സാഹസങ്ങളല്ല, നമുക്ക് അങ്ങോട്ട് പോകാം. വാ. അതുപോലെ ഇവിടെ ഒരു റെപ്റ്റൈൽ ഷോ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര മണിക്കാണ്? 12:30. ഷെഡ് 4 നമ്പർ 4 ഓക്കെ ഉള്ള ഷെഡിലാണ് റെപ്റ്റൈൽ ഷോ. അത് 12:30 അപ്പൊ നമുക്ക് അപ്പുറത്തെ സൈഡ് എന്തൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വാ. അപ്പൊ ഇവിടെയാണ് കങ്കാരിനെ ഫീഡ് ചെയ്യുന്നത് അല്ലേ റോളെ? നമുക്ക് ഇതിനകത്ത് കയറി പോകാം അല്ലേ? വാ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഇതേ നിൽക്കുന്ന കങ്കാരു അല്ലേ? ഇത് പക്ഷേ ഇത് കങ്കാരു തന്നെയാണോ? അത് കാരണം ശരിക്കുള്ള ഒരു കങ്കാരു എന്ന് പറഞ്ഞാൽ മമ്മിയുടെ അത്രയും വലുപ്പം വരും അല്ലേ? ഇത് മറ്റേ ഒന്നേ ബേബി ആയിരിക്കും, അല്ലെ വോലബീസ് പോലത്തെ സാധനം. ഇവിടെ വല്ലബീസും ഉണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ കങ്കാരൂസ് ഇത്ര ഉള്ളെന്ന് ഓർത്തോണ്ടിരുന്നത് കേട്ടോ. പിന്നെ കണ്ടപ്പോഴാണ് ഇപ്പം മമ്മിയുടെ ആ ഒരു പൊക്കമുള്ളമാരുടെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇത് വോലബീസാണ്, കുഞ്ഞന്മാരാ. കേട്ടാ മമ്മി കങ്കാരൂരെ തൊട്ടു, ഒരു കുഴപ്പമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിലി ആൾക്കാരാണല്ലേ? എല്ലാവരും കങ്കാരൂർ തീറ്റ കൊടുത്തോണ്ടിരിക്കുക അല്ലേ? അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇവിടെ ഫാമിലി ആൾക്കാർ ഇങ്ങനെ ഫുഡ് കൊടുത്തതല്ലേ, നമ്മളുമായിട്ട് നല്ല ഇണക്കമാണ്. കഴിച്ച് മടുക്കുമല്ലോ. പിള്ളേരെല്ലാം പിടിച്ച് തൂത്ത് കൊടുക്കുകയാണ്. ഭയങ്കര ഒരു കുഴപ്പമില്ല. ഷെയ്ക്കാൻ്റെ കൊടുക്കും. അതിൻ്റെ നഖമൊക്കെ നല്ല ഷാർപ്പാണല്ലേ? ചെറുമോളെ ഈ നടക്കുന്നത് എന്താ? എമു ആണോ ഓസ്ട്രിച്ച് ആണോ? എന്തോ ഒരു സാധനം അതിൽ നടപ്പുണ്ടല്ലോ. എമു ആണോ? ഈമു. അവിടെ എന്താ നിൽക്കുന്നത് നമുക്ക് നോക്കാം. അമ്മ പക്ഷെ പുല്ല് എടുത്ത സാധനം കഴിക്കുമോ നോക്കാം. വൈറ്റ് കാങ്കരൂസ് മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇത് കാങ്കരൂസ് അല്ല, ഞാൻ പറഞ്ഞില്ലേ വോലബി. ഇതാണ് സാധനം, ഇതാണ് വോലബീസ്. അപ്പോൾ ഇതിനെ കാണുമ്പോൾ നമ്മൾ ഉറപ്പ് ഇതാണ് കാങ്കരൂസ് എന്നല്ല. ഇത് കാങ്കരൂസിന്റെ പകുതി തീരെ കുഞ്ഞന്മാരാണ്. 10 കിലോ വരെ മാക്സിമം വെയിറ്റ് വെക്കത്തുള്ളൂ കേട്ടോ അവന്മാരെ. കൊള്ളാം. മറ്റേ ഫുഡ് കൊടുക്കാം നമ്മുടെ ഫാമിലെ സ്ഥിരം ആൾക്കാർ. എമു അവൻ്റെ മോൻ കണ്ടോ?
അയ്യോ നല്ല ഷാർപ്പാ. അവൻ്റെ മമ്മി കൈ വെച്ച് ഫുഡ് കൊടുത്താ, പക്ഷേ റിസ്ക് ആണ്. ഒരു കുഞ്ഞൻ അവിടെ വന്നിട്ട് നിൽക്കുന്നു. ഓലബി അയ്യോ പാവം. വയ്യല്ലോ അവന്. ഫുഡ് കഴിച്ച് ബോധം പോറായെന്ന് തോന്നുന്നു. വയ്യല്ലോ, ക്ഷീണമാണല്ലോ. ഇച്ചിരി എലി പോലെയാണല്ലോ ഇരിക്കുന്നത്. അല്ല, ഒരു എലിയുടെ കട്ടുണ്ടല്ലോ. ഇതിനെ കണ്ട കങ്കരു വന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കങ്കരു ഭീകരനാണ്. ആ സൈഡിലേക്ക് ഇത് ഇങ്ങനെ കിടക്കോട്ടെ കുറേ ഫാം. പശുക്കളും കുറച്ച് മാനാണോ നിൽക്കുന്നത് അവിടെ? മാനുണ്ടല്ലോ അതിനകത്ത്. ഓക്കെ, ഇവിടെ കുറേ മാൻ നിൽപ്പുണ്ട് കേട്ടോ. അത് കൊള്ളാലോ. അതിനെ എവിടെ നിന്ന് കൊണ്ടുവന്നാണോ? അവിടെ പോയി നോക്കാം. ഇതുകൊണ്ട് ഇവിടെ കുറേ മാൻ കിടക്കുന്നത്. ഇത് ഇവന്മാര് മറ്റേ കൊമ്പുള്ള ടൈപ്പാണ് കേട്ടോ. ഇത് കൊമ്പില്ലാത്ത മറ്റേ പുള്ളിമാൻ താണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഫാമിൽ വളർത്താല്ലേ, കൊള്ളാം. അതുകൂടാതെ ഇവിടെ വേറെ കുറച്ച് മാനുകൾ, പുള്ളിമാനൊക്കെ കിടപ്പുണ്ട്. കൊള്ളാം കേട്ടോ. കാങ്കരും പുള്ളിമാനും ഒന്നും യാതൊരു പ്രശ്നമില്ലാതെ ഒരുമിച്ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു മാൻ്റെ നിറം വെള്ളയാണല്ലോ. അത് കൊള്ളാമല്ലോ. ഒരു കങ്കാരും എമ്മും കൂടെ കൂട്ടായിട്ടിരിക്കുന്നു. രണ്ടിനും കണ്ട ഒരുപോലെ ഉണ്ടല്ലോ നമ്മളെ. കങ്കാരും അല്ല, വൊല്ലബിയും എമ്മും കൂടെ നിൽക്കുന്നു. ഇത് തന്നെ നമ്മളെ വഴി കണ്ടുപിടിക്കാനുള്ള സ്ഥലമാണോ? ഇതിലെ പോട്ടെ, ഇതിനകത്തോട്ട് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കാണാൻ പക്ഷെ നല്ല രസമുണ്ടല്ലേ ഇവിടെ. ഇതിന്റെ മണ്ടേ കയറി നോക്കാം നമ്മൾ കറക്റ്റ് വഴിയാണോ പോകുന്നതെന്ന്. ഇതിലേ പോ അല്ലേ? ഒത്തിരി പോകണ്ടെങ്കിൽ പോരാ, നമുക്ക് തിരിച്ചവിടെ എത്തണ്ട. ഇതിലേ നമുക്ക് അപ്പുറം ഇറങ്ങാൻ പറ്റുമോ? ഇതിലാന്ന് തോന്നുന്നു വഴി. ബാ. ആണല്ലേ, കൊള്ളാം. അടിപൊളി. ഇതിനിടയ്ക്ക് പാമ്പ് വല്ലതും കാണുമോ? കാണാൻ സാധ്യതയുണ്ട്. കണ്ടിട്ട് പാമ്പ് കാണാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നു. വഴി തെറ്റിയോ നമ്മുടെ? ഇല്ല, നമുക്കിതിലേ അങ്ങോട്ട് ചാടാം. വാ. എത്തിപ്പോയി. നമ്മളെ സ്ഥലത്തെത്തി. ഞങ്ങളെ വെയിറ്റ് നിൽക്കുകയായിരുന്നു ഇവിടെ. അതിൽ മടുത്തോ? നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. വാ. ഇതിനകത്ത് മയിലാണ് നമ്മളെ ഇന്ത്യയുടെ സ്വന്തം. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം മയിൽ. പിന്നെ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നാണോ? ഇതിന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നാണോ മമ്മി? കണ്ടോ പീകോക്കിനെ? നമ്മൾ പത്തനംതിട്ടയാണ് വീടിന്റെ വിറ്റ് തുടങ്ങി ഇടകൾ കാണാതല്ലേ. സുഖന് ഇച്ചിരി ഉറക്കം വരുന്നുണ്ട് സോയിക്കോട്ടന്. അങ്ങോട്ട് നോക്കാം. അതിനകത്ത് പീകോക്ക് എന്ത് ചെയ്യാൻ ഇറങ്ങി? അതുകൊണ്ട് ആ പാല് കണ്ടോ, ആ ചക്രത്തിന്റെ സൈഡിൽ കുറെ ബഡ്ജീസ്, ലവ് ബേഴ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാം വഴി ഇരുട്ടത്തിരിക്കുകയാണ്. ഇതിനകത്ത് എന്തായാലും ചൈന എന്നുള്ള എന്തോ ഒരു ഐറ്റമാണ്. അവന് ആ സൈഡിൽ ഇരിപ്പുണ്ട് നമ്മളെ. ചേടാ എന്ത് രസമാണ്. സൂപ്പറാണല്ലോ അതിനെ കാണാനായിട്ട്. അതാണ് നല്ല ലുക്ക് കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും അല്ലേ? ഗിനിക്കോഴിയോ? അതിനകത്തോട്ട് വിട്ടാലോ കൊച്ചിനെ? ഇതിന്റെ ഒറിജിനൽ ആഫ്രിക്കയാണല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആഫ്രിക്ക വന്നാണ് അമ്മമാര്. ഇത് നമ്മുടെ നാടൻ കോഴി. മുട്ടയൊക്കെ ഇവിടെ കിടക്കും. 2-3 മുട്ട കിടപ്പുണ്ടല്ലോ. നമുക്ക് എടുത്താലോ? മുട്ടയുടെ ആൾക്കാര് അല്ല, മറ്റേ അവന്റെ അതിന്റെ ഓണറാന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. ആരും എടുത്തോണ്ട് പോവാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗിനിപിഗ് ആഫ്രിക്കൻ സാധനം എനിക്ക് അറിയത്തില്ല. ഗിനിപിഗ് അല്ല, ഗിനിക്കോഴി. 2 കിളികളുണ്ട്, 2 കുഞ്ഞു കിളികളുണ്ട്. ആരും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. എല്ലാവരും വളരെ സമാധാനമായിട്ടിരിക്കും. ഇവരെ തമ്മിൽ എന്നാ സമാധാനമാണ്. മറ്റേ അവിടുത്തെ ആട് കണ്ടില്ലായിരുന്നു, അമ്മമാരെ തമ്മിൽ ഫുൾ അടിയായിരുന്നു. മറ്റേ പാവത്തിന് ഇടിക്കുമായിരുന്നു. നമുക്കിനി അപ്പുറത്തേക്ക് പോകാം. വാ. അവിടെയാണ് റെപ്റ്റൈൽ ഷോ നടക്കുന്നത്. നമുക്ക് അവിടെ പോയി ഒരു സീറ്റ് പിടിക്കാം അല്ലേ നമ്മളെ? ഇതാണ് റെപ്റ്റൈൽ ഷോയുടെ സ്ഥലം. എന്താ ഉള്ളതെന്ന് നോക്കാം. പൈത്തണ പെരുമ്പാമ്പ്. കോഴിക്കോട്ടനൊക്കെ അവിടെ ഫുൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നോക്കാം. നിങ്ങൾ അവിടെ നിന്ന് ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട്. ആ പുള്ളി പെട്ടിക്കകത്ത് പാമ്പിനായിട്ട് വരുവാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ?
ഉള്ളൂ, ആ പെട്ടിക്കകത്തിരിക്കാനുള്ളൂ, അത്രേ ഉള്ളൂ പാമ്പല്ലേ. ചെറിയ സാധനമല്ലോ. എന്താണ് ഇവിടുത്തെ റെപ്റ്റൈൽ ഷോ നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ വലിപ്പം കാണുമെന്ന് പ്രതീക്ഷിച്ചു. ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ അടിയിലായി വേറെന്തോ ജീവിയാണ്, ഓന്ത് പോലത്തെ എന്തോ ജീവി. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതിനകത്ത് കേട്ടോ. അടിയിൽ എഴുത്താൻ ഇരിപ്പുണ്ട്, നോക്കാം. സോയിക്കൂടെ കണ്ടുവിടാ. എന്താ പേര്? Now guys, I'm going to walk along with Bessie. I'm going to give you a very quick and close look at Bessie. If you don't want to look at her, that is fine. Cover your eyes like this. You don't have to look. കാരണം ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും നമ്മുടെ അടുത്ത് വന്നു കേട്ടോ. തൊട്ടടുത്ത് വരെ കൊണ്ടു എല്ലാവരോടെ. ഞാൻ കണ്ടിട്ട് പേടിച്ചു പോയി. Here we go. Have a look. Have a look. Look at that. Oh, sorry, mate. Look at that. Look at that. Look at that. There you go, mate. Have a look at that. Have a look at that. There you go, mate. Have a look at that one. Have a look. പാമ്പിനെ ഇതുവരെ കൊണ്ടുവരുമോ? പേടിയാവും. പുള്ളി അതിനങ്ങോട്ട് വെച്ചല്ലേ, അവിടെ ഇരിപ്പുണ്ട്. എന്തത് ബ്ലാക്ക് ആണോ ഫുള്ള്? ഹായ് പറയുന്ന പറഞ്ഞല്ലേ പുള്ളിക്കാരൻ. അതിന്റെ പേരാണ് ബില്ലല്ലേ? കൈ വീശി കാണിച്ചു. വേവ് ചെയ്ത് എന്റെ വാലും തല ഒരുപോലെ ഇരിക്കുന്നല്ലേ. രണ്ടാമാര് ടേബിളിൽ കയറി. If I pull that tail, then yep, that's the head, that's what I'm going to go for. I'd run in, I'd grab this part here, he'll think cooly dooly, what's going on? He'd then turn around and bite me and tell me to bugger off. Now they're all saying hello, Clarence. Clarence here is a python. Python obviously means he's got no venom, which also means if he launches out a bite, പരിപാടി ഇതൊക്കെ അടുത്ത് കാണാൻ പറ്റും. But in saying that, it is very important to remember this. So kids, if you're walking along and you see a snake, what is the first thing you should do? അപ്പം ഞങ്ങളെ റെപ്റ്റേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരാൾ ഇച്ചിരി ബോറടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോരാൻ വേണ്ടി വെള്ളം വെച്ചുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നു. നമ്മളിവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ, ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. നമ്മളിവിടുത്തെ കഫേ നമ്മുടെ ലഞ്ചൊന്നും ഇവിടെ നിന്ന് ആക്കാമെന്ന് വെച്ചു. നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ വന്ന സമയത്ത് കുറച്ച് വെയിലായി പോയി, ഇല്ലെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു അല്ലേ? കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. സോയിക്കോട്ടൻ്റെ ഫുഡ് വന്നാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അതെ, പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സോയിക്കോട്ടൻ ചിരിക്കുകയാണോ ഇവിടുന്ന്? ഹായ്, ഇത് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. ഞങ്ങൾ തായ് ബീഫ് സാലഡ്, അതിനകത്ത് കുറച്ച് റൈസും. നിങ്ങൾക്ക് ബർഗർ, നിങ്ങൾക്ക് ബീഫ് ബർഗർ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ പയ്യെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇനി പ്രത്യേകിച്ച് വേറെ കാണാനൊന്നുമില്ലല്ലേ? മറ്റേ കുറേ നടക്കാനാണ്, ഒത്തിരി ഉണ്ട് കേട്ടോ. അതെ അതെ അതെ, നമ്മൾ മറ്റേ മെയിൻ ആയിട്ടുള്ള ജീവികൾക്ക് മാത്രം ഫീഡ് ചെയ്തിട്ട് നമ്മൾ പോരാ. കാരണം ബാക്കി നമ്മൾ നേരത്തെ ഫാമിലി കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നാട്ടിലുള്ളവർക്കൊക്കെയാണെങ്കിൽ കങ്കരൂസും വോലബീസും രണ്ടാണ്. ആ ചെറിയ സാധനം കങ്കരു അല്ല അല്ലേ? കങ്കരു എന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ള സാധനമാണ്. അപ്പം നമ്മൾ ശരിക്കും കങ്കാരിനല്ല ഫീഡ് ചെയ്യുന്നത്, അത് കുറച്ച് അത്രയും ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കും അല്ലേ? മറ്റേ കങ്കാരൂസിനെ ടേംഡായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. കാണുമായിരിക്കും ചിലപ്പോൾ. ഈ ഫീഡ് ചെയ്യുന്നിടത്തെല്ലാം ഈ വോലബീസിനെയാണ് കണ്ടേക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളിനി അധികം താമസിക്കാതെ തിരിച്ച് പോവാണ്. അപ്പം മറ്റു ചില സൂപ്പർ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.